വീണ്ടും ഒരു കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കാട്ടാനാക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റിൽ അന്തോണി സ്വാമിക്കാണ് പരിക്കേറ്റത്. അന്തോണി സ്വാമിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് ചേർന്നത്. ആൽവിൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യം എത്തരത്തിലാണ്? മറ്റു വിവരങ്ങൾ കൂടി. അല്ലെങ്കിൽ സത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. മൗണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളിയായ അന്തോണി സ്വാമിയാണ് ഇവിടെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ആ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പിന്നിൽ നിന്നൊന്ന് കാട്ടാന തുമ്പിക്കൈക്ക് എടുത്ത് എറിയുകയായിരുന്നു ഈ അന്തോണി സ്വാമി എന്നുള്ളതാണ് മറ്റ് തോട്ടം തൊഴിലാളികൾ പറഞ്ഞത്. അതിനുശേഷം തോട്ടം തൊഴിലാളികൾ പെട്ടെന്ന് അവിടെ നിന്ന് ആ കാട്ടാനയെ അവിടെ നിന്ന് തുരത്തിയ ശേഷമാണ് അന്തോണി സ്വാമിനെ അവിടുന്ന് വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിൽ എത്തിയപ്പോൾ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയത്. തലയ്ക്കും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രാവിലെ 11 മണി സമയത്ത് ഈ പ്രദേശമാകെ കനത്ത മഴയും വലിയ മൂടൽ മഞ്ഞും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തോട്ടം തൊഴിലാളികൾ നൽകുന്ന വിവരം. ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ കാട്ടാന ശല്യം ഉണ്ട്. അത് പലതവണയായി വനപാലകരോട് ഇവർ പറയുന്നുമുണ്ടായിരുന്നു. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുമുണ്ടായിരുന്നു. സത്രത്തിന് സമീപം മൗണ്ട് എസ്റ്റേറ്റിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഏതായാലും ഈ അന്തോണി സ്വാമിയുടെ പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. സംഗീത. ശരി ആൽവിൻ.